കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലാണ്. ഇരു മുന്നണികളെയും മാറി മാറി തുണച്ച നഗരസഭാ ഭരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതിന്റെ കയ്യിലാണ്. എന്നാൽ ഇക്കുറി നഗരസഭാ ഭരണം തിരിച്ചു പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. 10 വർഷമായി കാഞ്ഞങ്ങാട് നഗരസഭ LDF ആണ് ഭരിക്കുന്നത്. 42-ൽ 24 LDF-നാണ്. 13-ഇടത്താണ് UDF വിജയിച്ചിട്ടുള്ളത്. 5-ഇടത്ത് BJP-യും വിജയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തവണ വാശിയേറിയ പോരാട്ടം നടക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തന്നെയാണ്. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയായ VV രമേശൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം UDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ MP ജാഫറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. പാർട്ടിയുടെ കരുത്തുറ്റ മുഖമാണ്. ഇത്തരത്തിൽ വലിയ ഒരു ആളെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. എന്താണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ സാഹചര്യം? കാഞ്ഞങ്ങാട് നഗരസഭ പൊതുവെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ UDF-ന് നല്ല മെജോറിറ്റിയുള്ള നഗരസഭയാണ്. എന്നാൽ 2015 ആ UDF-ന് അനുകൂലമായ നഗരസഭ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2015 ശേഷം കാഞ്ഞങ്ങാട്ട് ജനത ആഗ്രഹിക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കാഞ്ഞങ്ങാട് നടക്കുന്നത്. അതിനു മുമ്പ് അഴിമതിയുടെ ദുർഗന്ധമായിരുന്നു. ബാർ കോഴ കേസ് ഉൾപ്പെടെയുള്ള പ്രമാദമായ ഒട്ടേറെ അഴിമതി. എന്നാൽ ഈ 10 കൊല്ലത്തിനുള്ളിൽ കാഞ്ഞങ്ങാട് നഗരസഭ കൗൺസിലിനകത്തോ അല്ലെങ്കിൽ കൗൺസിലിന് പുറത്തോ പ്രതിപക്ഷത്തിന് ഒരാരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായിട്ടില്ല. അഴിമതിരഹിതമായ ഒരു നഗരഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ 1-ാം സ്ഥാനത്താണ് സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചപ്പോൾ അത് ഏറ്റവും ആദ്യം ഏറ്റെടുത്ത് ഹെഡ്കോന്ന് 20 കോടി രൂപ വായ്പ എടുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് നൽകിയ നഗരസഭയായി മാറാൻ കാഞ്ഞങ്ങാടിന് സാധിച്ചു എന്നത് വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നു. ചെയർമാൻ ആയി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് പ്രഥമ പരിഗണന? ആദ്യ പരിഗണന നഗരത്തിലെ ട്രാഫിക് തടസ്സം മാറ്റുക എന്നാണ്. ട്രാഫിക്കിൻ്റെ കുരുക്കഴിക്കുക. അതിന് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ 2 ഫുട് ഓവർ നിർമ്മിച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ അതിനായിരിക്കും ആദ്യ പരിഗണന. ട്രാഫിക് സംവിധാനം മെച്ചപ്പെടുത്തും. പൂർണ്ണമായും കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് ചാലുവാക്കും, പ്രവർത്തനമാക്കും. അതിനാവശ്യമായ എല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം വരുന്നത്? ജനങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും കാഞ്ഞങ്ങാടേക്ക് വന്നത്. മഞ്ചേശ്വരത്തായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ജനവിധി തേടിയിരുന്നു. ആ മഞ്ചേശ്വരത്ത് പാർട്ടി പ്രവർത്തനത്തിലാണ്. കാഞ്ഞങ്ങാടിൻ്റെ ആവശ്യമാണ് വീണ്ടും ഒന്ന് കാഞ്ഞങ്ങാട് വരണമെന്നത്. അതിനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ കാഞ്ഞങ്ങാട് ഇക്കുറി വീണ്ടും ഇടതുപക്ഷം വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. UDF നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥി MP ജാഫറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഭരിച്ച ഒരു നഗരസഭയാണ്. ഇത്തവണ എങ്ങനെയാണ് ഈ കാഞ്ഞങ്ങാട് നഗരസഭ UDF കാണുന്നത്? കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം UDF കാണുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഒരുപാട് കാലം UDF ഭരിച്ചൊരു നഗരസഭയാണിത്. UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഗരസഭയിൽ UDF ഉണ്ടാക്കിയ വികസനമല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങളോ പുതിയ പദ്ധതികളോ നടപ്പിലാക്കിയതായി LDF-ന് പറയാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല UDF ഏതാണ്ട് 90% പൂർത്തീകരിച്ച അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് 2019 ഫെബ്രുവരി 22-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ നിമിഷം വരെ അതിനെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താനോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ സജ്ജീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഷീ ലോഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഷീ ലോഡ്ജാണ് VV രമേശൻ ചെയർമാനായിരിക്കുമ്പോൾ നിർമ്മിച്ചത്. പക്ഷേ 2019 ഫെബ്രുവരി 22-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ നിമിഷം വരെ അത് തുറന്നു കൊടുത്തിട്ടേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ VV രമേശൻ ചെയർമാനായിരിക്കുമ്പോൾ പറഞ്ഞതാണ് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച്. അതിനുവേണ്ടി തുമ്പൂർ മൊഴി മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലത്ത് തന്നെ ആ യാർഡിൽ തന്നെ അവിടെ ഒരു കൂടാരമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മാലിന്യവും അവിടെ സംസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ കാഞ്ഞങ്ങാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട്ടെ നഗരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഗതാഗത കുരുക്കാണ്.
അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡും അവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ജനങ്ങളുടെ പ്രയാസവും വലിയ ഗതാഗത കുരുക്കും ഏറ്റവും വീതി കൂടിയ റോഡുള്ള ഒരു കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയമാണിത്. പക്ഷേ അത് 10 വർഷക്കാലമായിട്ടും KSTP റോഡ് വന്നതോടു കൂടിയിട്ടാണ് ആ ഗതാഗത കുരുക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായത്. പക്ഷേ 10 വർഷക്കാലം ഭരിച്ചിട്ടും അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിൽ കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ UDFന് അനുകൂലമായ ഒരു തരംഗം കാഞ്ഞങ്ങാട് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരികയും ജനോപകാരപ്രദമായ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും LDFന്റെ 10 വർഷത്തെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് UDF ഇത്തവണ കളത്തിലുള്ളതെങ്കിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് LDFും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് LDFും പറയുന്നത്. എന്തായാലും കാഞ്ഞങ്ങാട് നഗരസഭയിലെ പോരാട്ടം തീപാറും. KV ബൈജു, News 18, കാസർഗോഡ്.